ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25ാമത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിയാൻജിനിൽ എത്തിയത്. വിജയകരമായ ജപ്പാൻ സന്ദർശനത്തെ തുടർന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും തമ്മിൽ കസാനിൽ കഴിഞ്ഞ വർഷം നടന്ന അർത്ഥവത്തായ ചർച്ചകൾ ഉഭയകക്ഷി ബന്ധത്തിന് ദിശാബോധം നൽകിയെന്നും സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അന്തരീക്ഷം സ്ഥാപിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ഇന്ത്യ ചൈന സഹകരണം മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വഴിയൊരുക്കും. പരസ്പര വിശ്വാസം, ബഹുമാനം, സംവേദനക്ഷമത എന്നിവയിൽ അധിഷ്ഠിതമായ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हमारे सहयोग से दोनों देशों के 2.8 बिलियन लोगों के हित जुड़े हुए, इससे पूरी मानवता के कल्याण का मार्ग भी प्रशस्त होगा. परस्पर विश्वास, सम्मान और संवेदनशीलता के आधार पर हम अपने संबंधों को आगे बढ़ाने के लिए प्रतिबद्ध हैं. അതിർത്തിയിലെ സമാധാനവും ശാന്തിയും ഇന്ത്യ ചൈന ബന്ധത്തിന്റെ തുടർച്ചയായ വികസനത്തിന് അനിവാര്യമാണ്. അടുത്ത വർഷം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ അദ്ദേഹം ക്ഷണിച്ചു. അതിർത്തി പ്രശ്നത്തിന് ന്യായയുക്തവും പരസ്പരം സ്വീകാര്യവുമായ പരിഹാരം കണ്ടെത്തുന്നതിന് ഇരു നേതാക്കളും താൽപര്യം പ്രകടിപ്പിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൈ ക്യൂവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വികസന തന്ത്രങ്ങൾ, ഭരണ പരിഷ്കരണം, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക സഹകരണം, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഷാങ്ഹായ് സഹകരണ സംഘടന രാഷ്ട്രത്തലവന്മാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയങ്ങൾ പങ്കുവച്ചു. എസിഒയ്ക്ക് കീഴിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നീ സ്തംഭങ്ങൾക്ക് കീഴിൽ മെച്ചപ്പെട്ട പുരോഗതി ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തീവ്രവാദത്തെ അതിന്റെ എല്ലാ രൂപങ്ങളിലും ചെറുക്കണമെന്നും അതിനായി ഉറച്ച നടപടികൾ സ്വീകരിക്കണമെന്നും അംഗരാജ്യങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ല. ഭീകരവാദ ധനസഹായത്തിനെതിരെ ഏകോപിത നടപടിയുടെ ആവശ്യകതയും ശ്രീ മോദി എടുത്തു പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ഐക്യദാർഢ്യത്തിന് പ്രധാനമന്ത്രി കൃതജ്ഞത അറിയിച്ചു. निर्मम आतंकवाद का दंश झेल रहा. कितनी ही माताओं ने अपने बच्चे खोए और कितने बच्चे अनाथ हुए. हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा. इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं. ചബഹാർ തുറമുഖം, അന്താരാഷ്ട്ര ഉത്തര ദക്ഷിണ ഗതാഗത ഇടനാഴി തുടങ്ങിയ പദ്ധതികളെ ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് കണക്ടിവിറ്റിയുടെ പ്രാധാന്യം ഊന്നിപ്പറയവേ പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും സാംസ്കാരിക ധാരകളും വളർത്തിയെടുക്കുന്നതിനായി ഷാങ്ഹായ് സഹകരണ സംഘടനയ്ക്കുള്ളിൽ പ്രത്യേക വേദി ആരംഭിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സംഘടിത കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, സൈബർ സുരക്ഷ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. എസിഒ ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ നിരവധി ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സുസ്ഥിരമായ വളർച്ചയിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് പുടിനും തൃപ്തി രേഖപ്പെടുത്തി. ഈ വർഷം അവസാനം നടക്കുന്ന 23ാമത് വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായുള്ള പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈനിലെ സംഘർഷത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും നിരന്തരം ചർച്ച ചെയ്തു വരികയാണെന്നും സമാധാനത്തിനായുള്ള സമീപകാല ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
दिसंबर में हमारी 23वीं समिट के लिए 140 करोड़ भारतीय उत्सुकता पूर्वक आपका इंतजार कर रहे हैं। एक्सेलेंसी ये हमारी स्पेशल एंड प्रिविलेज स्ट्रेटेजिक पार्टनरशिप की गहराई और व्यापकता का परिचायक है। कठिन से कठिन परिस्थितियों में भी भारत और रूस हमेशा कंधे से कंधा मिलाकर चले हैं। हमारा करीबी सहयोग न केवल दोनों देशों के लोगों के लिए बल्कि वैश्विक शांति, स्थिरता और समृद्धि के लिए महत्वपूर्ण है। यूक्रेन में चल रहे संघर्ष के विषय में हम लगातार चर्चा करते रहे हैं। हाल में किए गए शांति के सभी प्रयासों का हम स्वागत करते हैं। മാലദ്വീപ്, താജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, ബെലാറസ് എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും ഈജിപ്ത്, നേപ്പാൾ എന്നീ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരും ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായും ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മാലദ്വീപുമായുള്ള ഇന്ത്യയുടെ വികസന സഹകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. ഊർജം, സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, ഫാർമ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മേഖലകളിൽ ഇന്ത്യയും കസാഖിസ്ഥാനും അടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ താജിക്കിസ്ഥാൻ വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക സമാധാനത്തിനും വികസനത്തിനുമായുള്ള ഇന്ത്യയുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതായിരുന്നു SCO ഉച്ചകോടിയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ടിയാൻജിൻ പ്രഖ്യാപനം. അതിർത്തി കടന്നുള്ള തീവ്രവാദികളുടെ നീക്കം തടയുന്നതിന് ആഗോള സഹകരണത്തിന്റെ പ്രാധാന്യം പ്രഖ്യാപനം ഊന്നിപ്പറഞ്ഞു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ഇന്ത്യയുടെ ആഗോള ദർശനത്തെ പ്രഖ്യാപനം അംഗീകരിച്ചു. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ പ്രയോജനപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. भारत और चीन के रिश्तों में अभी आपने देखा होगा कई एक मुलाकातें हुई हैं, लीडर लेवल पे हुई है. तियानजिन में लीडर माननीय प्रधानमंत्री की मुलाकात वहाँ के राष्ट्रपति शी जिनपिंग से हुई. मुलाकात के बाद हम लोगों ने एक प्रेस विज्ञप्ति जारी किया और काफ़ी डिटेल्ड में प्रेस विज्ञप्ति, उसमें हर मुद्दों पर बात रखी गई है. और जैसा कि उस प्रेस विज्ञप्ति में आप देखेंगे कि हम लोगों ने, दोनों नेताओं ने इस बात का स्वागत किया है कि इस रिश्ते में एक पॉजिटिव मोमेंटम और स्टडी प्रोग्रेस बना हुआ है. പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം ഭാവിയിൽ വിവിധ മേഖലകളിലെ ഇന്ത്യ ചൈന ബന്ധത്തിന് എത്രത്തോളം ഗുണകരമാകുമെന്നതിനെക്കുറിച്ച് MG സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ജോജിൻ വി ജോൺ വിശദീകരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ടിയാൻജിനിലെ വിസിറ്റ് ഞാൻ ഇതിനെ കാണുന്ന ഒരു 3 ആംഗിളിലൂടെയാണ്. ഒന്ന്, ഒരു ഇന്ത്യ ചൈന ബൈലാറ്ററൽ റിലേഷൻസിന്റെ ഒരു കോണ്ടെക്സ്റ്റിലും, രണ്ടാമത് ഒരു ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു ബ്രോഡായിട്ടുള്ള റിയലൈൻമെന്റിന്റെ ഒരു കോണ്ടെക്സ്റ്റിലും, പിന്നീട് ഒരു ഗ്ലോബൽ സൗത്തിന്റെ ഒരു ബ്രോഡ് കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയുടെ ഒരു മാറി വരുന്ന ഒരു ഇന്റർനാഷണൽ ഓർഡർ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു എൻഗേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. സോ ഇന്ത്യ ചൈന റിലേഷൻസിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ബയലാറ്ററൽ റിലേഷൻസിനെ ഒരു റീസെറ്റ് തന്നെയാണ്. ഒരു ഫണ്ടമെന്റൽ റീസെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു റീസെറ്റ് തന്നെയാണ്. അതായത് 7 വർഷം ഫ്രോസൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ചും ഗൽവാൻ അതിർത്തി പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ ഫ്രോസൺ ആയിട്ടുള്ള ഇന്ത്യ ചൈന റിലേഷൻസിന്റെ ഒരു നോർമലൈസേഷൻ ആക്സലറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ആക്സലറേഷൻ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ കാണാൻ തുടങ്ങിയതാണ്. അതായത് പ്രത്യേകിച്ചും പ്രൈം മിനിസ്റ്റർ മോദിയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കസാനിൽ നടന്ന ബ്രിക്സ് സമ്മിറ്റിൽ തൊട്ട് നമ്മളിത് കണ്ടിരുന്നതാണ്. ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റേഷൻ അല്ല ഇന്ത്യ ചൈന റിലേഷൻസിന് വേണ്ടതെന്ന് 2 രാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കുറച്ചുകൂടെ റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റേഷൻ ആണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ചൈന ബയലാറ്ററൽ റിലേഷൻസിന്റെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബയലാറ്ററൽ നറേറ്റീവാണ് ഈ സമ്മിറ്റിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യ ഒരു മൾട്ടി പോളാർ വേൾഡ് എന്നുള്ള ഒരു ഇമാജിനേഷനാണ് ഉള്ളത്. അപ്പൊ ഇതിൽ മാനിഫെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ സ്വിംഗ് സ്റ്റേറ്റ് എന്ന ഒരു അന്താരാഷ്ട്ര പൊസിഷനിങ് ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള, അതിലൂടെ കുറച്ച് വർഷമായിട്ട് കണ്ടിട്ടുള്ള ഒരു മൾട്ടി അലൈൻമെന്റ് ഫോറിൻ പോളിസി അപ്രോച്ച് ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ ഇന്ത്യ ചൈന റിലേഷൻസ് ഉണ്ടായിട്ടുള്ള റീസണിനെ കാണാൻ പറ്റും. വേറെ തരത്തിൽ ഈ റൈസിംഗ് പവേഴ്സിനെ അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് പ്രൈം മിനിസ്റ്റർ മോദിയുടെ തിയാൻജിൻ വിസിറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഗോളതലത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ കരുത്തും നിശ്ചയദാർഢ്യവും
വെളിപ്പെടുത്തുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം. ഭൗമരാഷ്ട്രീയ സ്ഥിതിഗതികൾ പുനർവിഭാവനം ചെയ്യാനും സന്തുലനം കൊണ്ടുവരാനുമുള്ള ഇന്ത്യയുടെ പ്രയത്നങ്ങൾക്ക് ഇത് വേഗം പകരും. ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെയും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ശക്തിപ്പെടുത്തി. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സോഫിയ ഡാനിയൽ. അവതരണം സുധിൻ സൈനുദ്ദീൻ.